ബിഗ് ബോസിൽ കപ്പ് കിട്ടാൻ അർഹതയുണ്ടായിട്ടും കിട്ടാതെ പോയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്ന് അസീറോക്കി. ഒരുപാട് കഠിനാധ്വാനം ചെയ്ത വ്യക്തിയായിരുന്നു ജാസ്മിൻ. സ്വന്തം പ്രതിച്ഛായ പോലും നോക്കാതെയാണ് അവൾ മത്സരിച്ചത്. മറ്റൊരാൾ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അവിടുത്തെ വഴക്കിന്റെ പേരിൽ എന്നോട് അവൾക്ക് ദേഷ്യമുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിഗ് ബോസ് ഷോയിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വൈബ് നൽകിയ മത്സരാർത്ഥി ഗബ്രിയായിരുന്നു. ജാസ്മിന് സെക്കൻഡ് കിട്ടായിരുന്നതിന് പിന്നിൽ പോലും ഗബ്രിയാണെന്നാണ് കരുതുന്നത്. അവസാന നിമിഷം ഗബ്രി വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അവൻ ഒപ്പിച്ച കാര്യങ്ങൾ ജാസ്മിന് തിരിച്ചടിയായി. പുറത്തു നടക്കുന്ന കാര്യങ്ങളെല്ലാം അവനറിയാം. ഫൈനൽ കണ്ടാൽ 2-3 ദിവസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് അവന് മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ ആ പെണ്ണിന് 2ാം സ്ഥാനമെങ്കിലും കിട്ടിയേനെ. നമ്മൾ അമേരിക്കൻ സമൂഹത്തിലൊന്നുമല്ല ജീവിക്കുന്നത്. നമ്മുടെ ആളുകളുടെ ചിന്തയിലൊക്കെ ചില പ്രത്യേകതകളും നമുക്ക് സാമൂഹ്യ മൂല്യങ്ങളുമുണ്ട്. അതായത് മൂല്യച്യൂതിയൊന്നും സംഭവിച്ചിട്ടില്ല. ബിഗ് ബോസ് കാണുന്ന മിക്കവാറും ആളുകളും വീട്ടമ്മമാരും മാറ്റുമാണ്. അവർക്ക് പഴയ കാര്യങ്ങൾ വീണ്ടും ചിന്തിക്കാനുള്ള ചില കാരണങ്ങൾ അവനായിട്ട് 2-3 ദിവസങ്ങളിൽ അവിടെ ഉണ്ടാക്കി. ആ ദിവസങ്ങളിലെ ഗബ്രിയുടെ പെരുമാറ്റമാണ് ജാസ്മിന് 2ാമത്തെ സ്ഥാനത്തിന് പിന്നിലാവാൻ കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. 1ാം സ്ഥാനം ജിൻഡോയ്ക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. പകരം ആർക്ക് കൊടുക്കണമെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമില്ല. അർജുൻ നല്ലൊരു വ്യക്തിയാണ്. ഒറിജിനൽ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അവന്റെ കരച്ചിലൊക്കെ ഇമോഷണലായിട്ട് ഉണ്ടായതാണ്. അർജുൻ ശ്രീതു കോംബോയ്ക്ക് അവിടെ ഉണ്ടാക്കപ്പെട്ടതാണ്. കുറച്ച് ദിവസം കൂടെ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഞാനും ചിലപ്പോൾ കോംബോ പിടിച്ചേനെ എന്ന് അസീറോക്കി പറയുന്നു. ജിൻഡപ്പന് കഴുകന്റെ സ്വഭാവമാണ്. എന്നെ കഴുകനായി കാണാൻ സാധിക്കില്ല. ഞാൻ ആരെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ പിന്നിൽ നിന്ന് കുത്താനോ പോയിട്ടില്ല. നേരെ വാ നേരെ പോ, അങ്ങനെയുള്ള നയമാണ് എന്റേത്. ചോദിക്കാനുള്ളത് മുഖത്ത് നോക്കി ചോദിക്കും. പിന്നിൽ നിന്ന് കുത്താനോ കാര്യങ്ങൾ വളച്ചൊടിക്കാനോ തയ്യാറാകില്ല. ജിൻഡോ പലപ്പോഴും പറയേണ്ട കാര്യങ്ങൾ പറയില്ല, പറയേണ്ട കാര്യങ്ങൾ വിഴുങ്ങും. കപ്പ് കൊടുത്തത് എനിക്ക് ഫെയർ ആയിട്ട് തോന്നിയിട്ടില്ല. കപ്പിന്റെ വാല്യൂ തന്നെ പോയ പോലെയാണ് തോന്നുന്നത്. അങ്ങനെയാണ് കപ്പ് നേടിയതെന്നും എനിക്ക് അറിയില്ല. മൊത്തം കൺഫ്യൂഷനാണ്. വിജയിക്കായി എന്ത് മാനദണ്ഡമാണ് ഇവർ നോക്കുന്നതെന്ന് എനിക്കറിയില്ല. സാബുമോൻ, മണിക്കുട്ടൻ, ദിൽഷ, അഖിൽമാരാർ എന്നിവരുടെയൊക്കെ കാര്യമെടുത്ത് നോക്കിയാൽ അവരൊക്കെ ഒരു ഗ്രാഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരാളാണ് ഇപ്പോൾ കപ്പ് കിട്ടിയത്. അടുത്ത സീസണിൽ ഈ ഷോയിലേക്ക് പോകുന്ന ഒരാൾ സത്യസന്ധനായിരിക്കുമോ സൂത്രശാലിയായിരിക്കുമോ നിൽക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ലെന്ന് അസീറോക്കി ചോദിക്കുന്നു.